ആഴത്തിൽ വേരോട്ടമുള്ള സമ്പന്ന ഭാരത കലാപാരമ്പര്യത്തിന്റെ കണ്ണിയാണ് താനെന്ന ഉത്തമ ബോധ്യവുമായാണ് അർപ്പണ കൗറിന്റെ ചിത്രപ്രയാണം. ആണവ ദുരന്തവും പരിസ്ഥിതിയും സ്ത്രീ സ്വാതന്ത്ര്യവും ഉൾപ്പെടുന്ന സമകാലിക സമസ്യകൾക്കൊപ്പം ചരിത്രവും മിത്തും ആധ്യാത്മികതയും കാലവും മരണവും അർപ്പണയുടെ നിറക്കൂട്ടിലൊരുങ്ങുന്നു. സ്ത്രീകളുടെ ചിത്രരചനയെ വിനോദം മാത്രമായി കണക്കാക്കിയിടത്തുനിന്നാണ് അർപ്പണ ചിത്രയാത്ര തുടങ്ങിയത്. ആവേശം ഒട്ടും ചോരാതെ നടപ്പ് ആവർത്തിച്ചപ്പോൾ കത്തിമുനയുടെ മൂർച്ചയൊടിഞ്ഞുവെന്ന് അർപ്പണ. കല ബൗദ്ധിക വ്യായാമമല്ല, ബുദ്ധി ആവശ്യമെങ്കിലും അത് വികാരങ്ങളുടെ ഒഴുക്കാണ്, അമൂർത്ത ഭാവനകൾ. There is a very strange simplification which is not there in Western art, which you'll see in Indian art. It's almost like an abstraction of the figure. Because although I have been figurative from the beginning, I realized that figurative doesn't mean photographic realism. It doesn't mean reproduction of reality as it is. ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് ദില്ലിയിലെത്തിയവരാണ് അർപ്പണയുടെ പൂർവികർ. 1954 ദില്ലിയിൽ ജനനം. മാതാവ് പ്രമുഖ പഞ്ചാബി സാഹിത്യകാരി അജീത് കൗർ. ദില്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം. ലണ്ടനിലേക്ക് ചിത്രകല പഠിക്കാൻ പറന്ന അർപ്പണയ്ക്ക് നാടിന്റെ നിറങ്ങൾ വിട്ട് ജീവിതമില്ലെന്ന് തോന്നി. 2 മാസത്തെ ലണ്ടൻ പഠനം അവസാനിപ്പിച്ച് തിരികെ ദില്ലിയിൽ. മുക്കിനും മൂലയ്ക്കും ആർട്ട് ഗാലറികളുള്ള ഇന്നത്തെ ദില്ലി ആയിരുന്നില്ല അന്ന്. തുടങ്ങിയപ്പോൾ ആത്മവിശ്വാസം കുറവായിരുന്നു. 1974 ദില്ലി എക്സിബിഷനിൽ വിഖ്യാത ചിത്രകാരൻ MF ഹുസൈൻ അർപ്പണയുടെ ചിത്രത്തിനും ഇടമൊരുക്കിയതോടെ ആത്മവിശ്വാസമായി. ഇന്ന് ലോകത്തെ ഒട്ടുമിക്ക കലാനഗരങ്ങളിലും അർപ്പണയുടെ ചിത്രങ്ങൾ കാണാം. പരിസ്ഥിതി വിഷയങ്ങളിൽ അർപ്പണ രചിച്ച ചിത്രങ്ങൾ യൂറോപ്പിലെയും ഏഷ്യയിലെയും ചില നഗരനിരത്തുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. In 1988, I began to do a series of work on this theme, environment. And I remember the first work I did, sometimes mythology comes to your help. It's a little girl painting a green circle round herself, like Sita's circle was painted round her by Lakshman. So here she's painting her green circle and she's sitting in the middle of the chaotic traffic of Delhi. അംബ്രല്ല, നൗകരാനി ചിത്രപരമ്പരകളിലൂടെ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയും പ്രതികരിക്കുന്നു. നാടൻ ശീലുകളെയും പഹാരി സൂക്ഷ്മചിത്ര പാരമ്പര്യത്തെയും ആരാധിക്കുന്ന അർപ്പണ. പഞ്ചാബി നാടോടിക്കഥയായ സോനി മഹിവാൽ പ്രണയദുരന്തം അർപ്പണ നിരവധി ക്യാൻവാസുകളിൽ ഒരുക്കിയിട്ടുണ്ട്. 500 വർഷം മുൻപ് നടന്ന കഥ. പ്രണയപരവശയായി കാമുകന്റെ അടുത്തേക്ക് ചിനാബ് നദി കുടമുപയോഗിച്ച് നീന്തി മറുകരയണയുമായിരുന്നു എന്നും കുശവപുത്രിയായ സോനി. അസൂയാലുവായ ബന്ധു പാകമാകാത്ത കുടം മാറ്റിവെച്ചതറിയാതെ അന്നും സോനി കാമുകന്റെ തീരത്തേക്ക് നീന്തി. കുടം അലിഞ്ഞുപോയി. ചിനാബിന്റെ അടിത്തട്ടിലേക്ക് സോനി ഊളിയിട്ട് അവസാനിച്ചു. രക്ഷിക്കാൻ ശ്രമിച്ച മഹിവാളും. ഇന്നും ചിനാബിന്റെ പാക് തീരത്ത് ഇരുവരുടെയും കല്ലറയുണ്ട്. കാലത്തെ തന്റെ ക്യാൻവാസിൽ പകർത്താനും അർപ്പണ നിരന്തരം ശ്രമിക്കുന്നു. കാലം ആർക്കും പിടിതരാറില്ലെങ്കിൽ കൂടി. I'm very fond of painting time. I don't know why. I began to paint day and night about 15-20 years ago. And I thought, how should I paint day and night? It's such an ordinary thing. Every day there's day, every day there's night. I'd never seen any Western artist painting day and night. I'd never seen any Indian artist painting day and night. So I thought, if I do a yellow woman embroidering a thread, and that same thread is being cut by a black woman with a scissor. So the scissor became my symbol for like day and night, life and death, and that thread is the thread of life. സിഖ് മതസ്ഥാപകൻ ഗുരുനാനാക്ക്, ദാർശനിക കവി കബീർ, ശ്രീബുദ്ധൻ എന്നിവരും അർപ്പണയുടെ ചിത്രങ്ങൾക്ക് വിഷയമാകുന്നു. ശരീരം വെറും വസ്ത്രം എന്ന കബീർ പരമ്പര ഏറെ നിരൂപക ശ്രദ്ധ നേടിയിരുന്നു. And the beauty of Kabir was that he was beyond any narrow religious institutions. These are people who were full of deep compassion and love for their fellow humanity. So you can even say that they were very political because they felt for the poor, for the downtrodden, and like they talk to the king that don't suck the blood of the poor. 1984 സിഖ് കലാപത്തിന് സാക്ഷിയായി അർപ്പണ. സിഖ് കലാപവും വിയറ്റ്നാം ദുരന്തവും ലോകമഹായുദ്ധങ്ങളും ഫുക്കുഷിമയും ക്യാൻവാസുകൾക്ക് വിഷയം.
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തിട്ടുള്ള അർപ്പണ തന്റെ ക്യാൻവാസുകളിലൊന്ന് കേരളത്തിന് സമ്മാനിക്കാൻ കാത്തുവച്ചിട്ടുണ്ട്. പക്ഷേ സൂക്ഷിക്കാൻ കേരളത്തിൽ ആർട്ട് ഗാലറികളില്ല. എങ്കിലും കൊല്ലം ഫെസ്റ്റിന്റെ ഉദ്ഘാടകയായി എത്തിയപ്പോൾ ചംചഗിരി എന്ന ചെറിയ ക്യാൻവാസ് കൊല്ലം മുനിസിപ്പാലിറ്റിക്ക് അവർ സമ്മാനിച്ചു. KCS പണിക്കരുടെ പെയിന്റിങ്ങിനെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു അവർ. Delhi, we have lot of galleries, we have lot of museums, we have lot of events every day, but we don't have this beauty. We don't have this water, this Ashtamudi lake, we don't have these green trees, we don't have this fresh air to breathe. The Delhi air is heavy with pollution. We have a lot of advantages of cultural capital, which Delhi is, but we don't have that, you know. So God has His own way of balancing that. I wish Kerala had at least a dozen galleries. ലളിതകലാ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് അർപ്പണ. ദില്ലി സാംസ്കാരിക ലോകത്തെ ഒഴിവാക്കാനാകാത്ത സാന്നിധ്യമാണ് അർപ്പണ ഫൈൻ ആർട്സ്. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് കരകൗശല പരിശീലനം ഇവിടെ നൽകുന്നു. ഒപ്പം സൂക്ഷ്മചിത്രങ്ങളുടെയും ചരിത്ര വസ്തുക്കളുടെയും ശേഖരവും. വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്സിബിഷനുകൾക്കും ആശയ കൈമാറ്റത്തിനും വേദിയാണ് അർപ്പണ ഫൈൻ ആർട്സ്. ബഹളങ്ങളിലും പുറമോടികളിലും നിന്നൊഴിഞ്ഞ് അർപ്പണ എപ്പോഴും സ്റ്റുഡിയോയിൽ നിറക്കൂട്ടുകൾക്കൊപ്പമാണ്. മിതഭാഷി. അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. അർപ്പണയ്ക്ക് വേണ്ടി നിറങ്ങൾ നിറയെ സംസാരിക്കുന്നു.